Hello friends, welcome back to my channel. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എൻ്റെ ഉച്ചയ്ക്ക് ഉള്ളൊരു ഊണിൻ്റെ വീഡിയോ ആണ്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഒക്കെ ആക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആക്കി എൻ്റെ ഒരു ഊണ് വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ചാനൽ. അപ്പോൾ ഈ ചെറിയ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഞാനിപ്പോൾ കുക്കറിൽ ചോറ് വെക്കാൻ വേണ്ടി അത് അരി ഇട്ടിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് സാധാരണ ചോറ് വെക്കുന്നത്. നമ്മുടെ അരി ഇപ്പോൾ ഇവിടെ വെന്ത് വരട്ടെ കുക്കറിൽ. അപ്പോഴത്തേക്കും നമുക്ക് കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാക്കണം. അതും തൈരും പപ്പടവും ഒക്കെയാണ് എൻ്റെ ഒരു ഊണിൻ്റെ കറികൾ. മുട്ട പൊരിച്ചതും. അപ്പോൾ ഈ ചോറ് വെന്ത് വരട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് കിഴങ്ങ് റെഡിയാക്കാം. ഞാനിപ്പോൾ ഈ പൊട്ടറ്റോ ഇവിടെ വേഗം വെച്ചിട്ടുണ്ട്. ഈ പൊട്ടറ്റോ സാധാരണ ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്യും. വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വെറുതെ കനം കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പെട്ടെന്ന് സവോളയും പൊട്ടറ്റോയും പച്ചമുളകും മുളക് പൊടി എല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് വഴട്ടി ഡ്രൈ ആക്കി എടുക്കും. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളൊരു രീതിയിലാണ് ഈ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പൊട്ടറ്റോ വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചോറൊക്കെ റെഡിയായോ നോക്കാം. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട. കാരണം നമുക്കിതൊന്ന് ഇനി ഫ്രൈ ചെയ്ത് എടുക്കാനുള്ളതാണ്. കുറച്ച് മസാല, കുറച്ച് അരിപ്പൊടിയും കുറച്ച് കോൺഫ്ലവറും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. നമ്മുടെ ചോറൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് വടിക്കട്ടെ. ഞാനിപ്പോൾ പൊട്ടറ്റോ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇത് ഉടഞ്ഞു പോകണ്ട. കാരണം ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇവിടെ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ആക്കിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം പൊട്ടറ്റോ നമുക്ക് ഇത് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കാനും. സാധാരണ ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്. പെട്ടെന്ന് കുറച്ച് സവാളയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് പൊട്ടറ്റോ വേവിക്കും. പിന്നെ കടുകൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് താളിച്ച് വഴറ്റിയെടുക്കും. ഇത് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഈ രീതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ റെഡിയാക്കാം. അപ്പം നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം. പൊട്ടറ്റോ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പൊട്ടറ്റോ നമുക്ക് ഒന്ന് ഇതിൽ കോട്ട് ചെയ്യാവുന്ന ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതാണ്. ഇനി പൊട്ടറ്റോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊട്ടറ്റോ എല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അതിനുശേഷം വേണം നമുക്ക് സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റി ഇതും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഇവിടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ പൊട്ടറ്റോ ഇതിലേക്ക് ഇടുകയാണ്. നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. കാരണം അവർക്ക് ഈ കോൺഫ്ലവർ കൊണ്ടുള്ള ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ്. ഇവിടെ എൻ്റെ മോൾക്ക് അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സാധാരണ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നതിലും നമ്മളിങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ പൊട്ടറ്റോ വെന്തതായതുകൊണ്ട് ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരുപാട് നേരം അങ്ങനെ മൂക്കുകയൊന്നും വേണ്ട. ഇപ്പം തന്നെ ഇത് റെഡിയായി. ഇത് നേരത്തെ വെന്തതായതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. ഞാനിപ്പോൾ ഇത് ഈ അരിപ്പ പാത്രത്തിലേക്ക് വെക്കുകയാണ്. എണ്ണയൊക്കെ ഒന്ന് പോയി വരട്ടെ. നമ്മുടെ ബാക്കി പൊട്ടറ്റോയും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്യട്ടെ.
നമ്മുടെ പൊട്ടറ്റോ ഫ്രൈയിലേക്ക് ഞാൻ കുറച്ച് സവാളയും ഒരു മീഡിയം സൈസ് സവാള 3-4 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ടുന്നു ജസ്റ്റ് ഒന്ന് വഴറ്റുന്നുണ്ട്. ആ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ്. എന്നിട്ട് കുറച്ച് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇട്ടിട്ട് പിന്നെ ഈ പൊട്ടറ്റോ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡിയാകും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ കുറച്ച് കടുക് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും സവാളയും കൂടി കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയിൽ ഉപ്പില്ലാത്തതുകൊണ്ടാണ് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വെച്ച് വഴറ്റി വരട്ടെ. നമ്മുടെ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊട്ടറ്റോ ചേർത്ത് മിക്സ് ചെയ്യാണ്. നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ ഒഴിക്കാൻ കേട്ടോ. ഞാൻ കുറച്ച് എണ്ണയിലാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് കാര്യങ്ങളാണെങ്കിലും കുറച്ച് എണ്ണ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യാനായിട്ട് നോക്കുന്നത്. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു രീതിയിലാണ് ഈ പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ എപ്പോഴും ഒന്നുമില്ലെങ്കിലും കുറച്ച് ടൈമുള്ള അവസരത്തിൽ ഇങ്ങനെ ഒരു പൊട്ടറ്റോ ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. നമ്മുടെ ഫ്രൈ റെഡിയായി. ഇനി നമ്മുടെ കുറച്ച് തൈര് നമുക്ക് ആക്കണം. ഒരു മുട്ട നമുക്ക് പൊരിക്കണം. എന്നിട്ട് വേണം നമ്മുടെ ചോറ് റെഡിയാക്കാൻ കഴിക്കാൻ വേണ്ടി. ഞാനിനി എൻ്റെ ചോറിനാൻ വേണ്ടി ഞാൻ ഒരു മുട്ടയാണ് ഞാൻ പൊരിക്കുന്നത്. ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഒരു ചെറിയ സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും. ഇതൊന്ന് മുട്ട പൊരിക്കാൻ എടുക്കുന്ന എണ്ണയിൽ തന്നെ ഒന്ന് മൊരിച്ചെടുക്കും ഈ സവാള. എന്നിട്ട് ഞാൻ മുട്ട അതിലേക്ക് ഒഴിച്ച് മുട്ട പൊരിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ മുട്ട ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇവിടെ പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു മുട്ട പൊരിക്കാനുള്ള ഓയിൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് സവാളയും ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സവാള ഇപ്പോൾ കരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ മുട്ട ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. നമ്മുടെ മുട്ട ഫ്രൈ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മുരിഞ്ഞ ടൈപ്പിൽ ഞാനാക്കും. ഞാൻ ആ രീതിയാണ് കഴിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ തൈരാണ് റെഡിയാക്കേണ്ടത്. തൈരും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറിനാറായി. പിന്നെ ഒരു പപ്പടവും കൂടെ പൊരിക്കണം. ഞാനൊരു 3 പപ്പടവും കൂടെ പൊരിച്ചെടുക്കുകയാണ് എനിക്ക് കഴിക്കാൻ വേണ്ടി. ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. കട്ട തൈരാണ്. ഇതിലേക്ക് കുറച്ച് സവാള, ഒരു പച്ചമുളക്, ഇച്ചിരി ക്യാരറ്റൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി. ഇതാണ് എൻ്റെ ഒരു തൈര് ഞാൻ റെഡിയാക്കുന്നത് എനിക്ക് കഴിക്കാനായിട്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നല്ല കാര്യമായിട്ട് റെഡിയാക്കും. ഇനിയിപ്പോൾ ചോറെടുക്കുക, അങ്ങ് കഴിക്കുക. അപ്പം ഞാൻ ചോറൊക്കെ എടുക്കട്ടെ കഴിക്കാനായിട്ട്.
അപ്പം എനിക്ക് കഴിക്കാനുള്ള ചോറൊക്കെ വേണമെന്നുണ്ട്. ഞാൻ ചോറ് കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് ചോറ് എടുക്കത്തുള്ളൂ. ഇനി പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി വെക്കട്ടെ. നമ്മുടെ സൂപ്പറായിട്ടുള്ള പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഇതാ. പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയും പൊട്ടറ്റോ ഫ്രൈ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ പപ്പടം, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ തൈര്, ഇതൊക്കെ കൂട്ടിയാണ് ഞാൻ സ്ഥിരമായിട്ട് ചോറ് തന്നത്. അപ്പോൾ കുറച്ച് തൈരൊക്കെ ഇട്ട് ഞാൻ പപ്പടമൊക്കെ ഒന്ന് പൊടിച്ച്, കുഞ്ഞുപിള്ളേരൊക്കെ കഴിക്കുന്നവരെ പപ്പടമൊക്കെ പൊടിച്ചിട്ട് പിന്നെ കുറച്ച് മുട്ടയൊക്കെ എടുത്ത് നമ്മുടെ ഈ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി വെറുതെ കഴിക്കാൻ തന്നെ നല്ല ഒരു ഇതാണ് കേട്ടോ. ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ എടുത്തു കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി, പാത്രം കാലിയാവുന്ന അറിയില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള എൻ്റെ കറികളൊക്കെ കണ്ടല്ലോ. മുട്ട പൊരിച്ചത്, തൈര്, പപ്പടം, കിഴങ്ങ് സാധാരണ ഞാൻ ഈ ഒരു രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. ഞാൻ വെറുതെ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് എളുപ്പത്തിന്. ഇന്നിപ്പോൾ ഈ സ്പെഷ്യലായിട്ട് ഇങ്ങനെ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ മിക്കവാറും ഉള്ള സ്ഥിരം കറി ചോറിന് ഇതാണ്. കാരണം ആരെങ്കിലും ഗസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴാണ് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മാത്രം ഉള്ളപ്പോഴെല്ലാം എൻ്റെ കറികൾ ഇങ്ങനെയൊക്കെയാണ്. എനിക്കിഷ്ടപ്പെട്ട കറികളും കേട്ടോ ഇതെല്ലാം. അപ്പം പിന്നെ ഇത് മതിയല്ലോ ചോറിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ചാനൽ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.